Assalamualaikum. Welcome back to Zain'S Wonder World. ഇന്ന് നമുക്ക് നല്ല പുഴമീൻ മാങ്ങ ഇട്ട് പച്ചമാങ്ങ ഇട്ട് കറി വെക്കാം. നല്ല അടിപൊളി. അത് മാത്രമല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് അത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലായ Zain'S Wonder World നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കലെന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണേൽ അരിഞ്ഞെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ചതച്ചെടുത്തതാണ്. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 4 പച്ചമുളകാണ്, കറിവേപ്പില. ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് എടുത്ത് വെക്കാം. ഞാൻ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വലിയ ചട്ടി എടുത്തത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കറിയാണത്. നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് പുഴമീനാവുമ്പോൾ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതി, ബാക്കി നമുക്ക് വറവിടുമ്പോൾ ചേർക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. കുറച്ച് പെരുംജീരകം പൊടിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് ഉടഞ്ഞ് വരണം. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്ത്. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് എത്ര കറി ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 2 മാങ്ങയാണ് എടുത്തത്. നിങ്ങൾക്ക് അതിലധികം വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. മാങ്ങയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ അതുവരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത് പലതരം മീനുകളുണ്ട്. നമ്മളെ നാട്ടിൽ പറയുന്ന മീനുകളാണ്. മാലാനുണ്ട്, കരിമീനോ അങ്ങനെ എന്തൊക്കെയാണ്. ഏട്ട എന്ന് പറയുന്ന മീനുണ്ട്. അങ്ങനെ എല്ലാ മീനും കൂടെ മിക്സ് ആയതാണ്. ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറവിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണിത്. പുഴമീനാകുമ്പോൾ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.